ഭൂഗോളത്തിന്റെ ഒരു പാതി ഇന്നലെ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഇന്ത്യ, നമ്മുടെ രാജ്യം, ആഹ്ലാദത്തിന്റെയും ആവേശത്തിന്റെയും എവറസ്റ്റ് കൊടുമുടിയേറി നിൽക്കുകയായിരുന്നു. തുടർച്ചയായി 2ാം തവണ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യ സ്വന്തമാക്കിയ രാവ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിജയത്തിന് ഇരട്ടി മധുരമാണുള്ളത്. നമ്മുടെ രാജ്യം വീണ്ടും ഈ ക്രിക്കറ്റ് കിരീടത്തിൽ മുത്തമിടുന്നു. അതിന് രാജ്യത്തെ, നമ്മുടെ ടീമിനെ മുൻനിരയിൽ നിന്ന് നയിച്ചത് നമ്മുടെ സഞ്ജു സാംസൺ ആണെന്ന കാര്യം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടത്തിന്റെ ആഘോഷം പൂർത്തിയാവുക. ക്വാർട്ടർ ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള മത്സരത്തിന് ശേഷം, സൂപ്പർ 8 അവസാന മത്സരത്തിന് ശേഷം സഞ്ജു സാംസന്റെ ചുമലിലേറിയാണ് ഇന്ത്യ കിരീടത്തിലേക്ക് നടന്നെടുത്തത്. ഇന്ത്യയെ മുൻപിൽ നിന്ന് നയിച്ചത് സഞ്ജു സാംസൺ ആയിരുന്നു. സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രം സൃഷ്ടിച്ച ഒരു തിരിച്ചുവരവാ. എക്കാലവും ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു തിരിച്ചുവരവ്. ഒരുപക്ഷെ അദ്ദേഹം പോലും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ദൈവത്തിന്റെ, സർവശക്തനായ ഈശ്വരന്റെ നിയോഗം സഞ്ജു സാംസൺ ഇന്ത്യയെ 2020 ലോകകപ്പ് കിരീടത്തിലേക്ക് നയിക്കും എന്നുള്ളത് തന്നെയായിരുന്നു. ഈ ടൂർണമെന്റിൽ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ ദിവസങ്ങൾ നിരാശാജനകമായിരുന്നു. ആദ്യഘട്ടത്തിൽ നമീബിയക്കെതിരെ മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിച്ചത് പോലും. അതായത് ഫസ്റ്റ് 11 സഞ്ജു സാംസൺ ഉണ്ടായിരുന്നില്ല. അതിന് തൊട്ടുമുമ്പ് ന്യൂസിലൻഡുമായി നടന്ന പരമ്പര, ആ പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു സഞ്ജു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ നിരാശാജനകമായിരുന്നു. 5 മത്സരങ്ങളില് 10-6-0, 24-6 എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സ്കോർ. ഒട്ടും അഭിമാനകരമായ ഒന്നായിരുന്നില്ല അത്. 5ാമത്തെ കളി തിരുവനന്തപുരത്തായിരുന്നു. അവിടെ പോലും അദ്ദേഹത്തിന് കാണികളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റിയില്ല. അങ്ങനെയാണ് സഞ്ജു ഈ ടൂർണമെന്റിന്റെ ആദ്യഘട്ടത്തിൽ ആദ്യ 11 പോലും പെടാതെ ഒഴിവാക്കപ്പെട്ടത്, ബെഞ്ചിലിരുന്നത്. പക്ഷെ പറഞ്ഞല്ലോ, വിധി സഞ്ജുവിന് അനുകൂലമായിരുന്നു. സൂപ്പർ 8 മത്സരങ്ങളില് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ തോറ്റതോടെ നമ്മുടെ സെമി സാധ്യതകൾ പോലും വളരെ വിദൂരമായി. അത് പ്രതീക്ഷിച്ചതായിരുന്നില്ല. തീർച്ചയായും അവസാന റൗണ്ടിലേക്ക് കടക്കുമെന്ന് ഇന്ത്യൻ ടീം ഈ ടൂർണമെന്റിലെ ഏറ്റവും സാധ്യതയുള്ള ടീമുകളിൽ ഒന്നായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നതാണ്. പക്ഷെ ദക്ഷിണാഫ്രിക്കയോട് തോറ്റപ്പോ അതിന് സാധ്യതകൾ മങ്ങി. അതിനെ തുടർന്നാണ് ടീമിന്റെ കോമ്പിനേഷനിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിന് മാനേജ്മെന്റ് നിർബന്ധിതമായത്. അതുവരെ സഞ്ജു സാംസൺ ചിത്രത്തിലില്ല. പറഞ്ഞല്ലോ, നമീബിയക്കെതിരെ മാത്രമാണ് കളിച്ചത്. അടുത്ത കളി സിംബാബ്വേയുമായിട്ടാണ്. സിംബാബ്വേയുമായുള്ള മത്സരത്തിൽ ആദ്യ 11 സഞ്ജു സാംസണ് ഇടം കിട്ടുന്നു. 15 പന്തിൽ 24 റൺസുമായി അദ്ദേഹം ഒരു നല്ല തുടക്കം കാഴ്ചവെച്ചു. അത് ഇന്ത്യൻ ടീമിന് നല്ല തുടക്കമായിരുന്നു. സിംബാബ്വേയെ പരാജയപ്പെടുത്തി. അടുത്ത കളി വെസ്റ്റ് ഇൻഡീസുമായിട്ടാണ്. ലോകോത്തര ടീമുകളിലൊന്നാണ് വെസ്റ്റ് ഇൻഡീസ്. അവർക്കെതിരെ ജയിച്ചെങ്കിൽ മാത്രമേ സെമി എന്ന സ്വപ്നം പൂണിയത്തുള്ളൂ. തോറ്റാൽ പുറത്താണ്. ടൂർണമെന്റിൽ പിന്നെ ഇല്ല. ഇന്ത്യയുടെ അവസരം അവിടെ കഴിയുകയാണ്. വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കണം. ആ മത്സരത്തില് സഞ്ജു സാംസൺ 50 പന്തുകളിൽ 97 റൺസാണ് സ്വന്തമാക്കിയത്. 3 റൺസ് കൂടി എടുക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ സെഞ്ചുറി പൂർത്തിയാക്കുമായിരുന്നു. അദ്ദേഹം പുറത്താകാതെയാണ് 97 റൺസ് എടുത്തത്. അങ്ങനെയാണ് ഇന്ത്യ വീണ്ടും ടൂർണമെന്റിലേക്ക് തിരിച്ചു വരുന്നത്, സെമിയിലേക്ക് എത്തുന്നത്. സെമിയിൽ ഇംഗ്ലണ്ടായിരുന്നു. ഇംഗ്ലണ്ട് ഏറ്റവും മികച്ച ടീമാണ്. അവിടെയും അദ്ദേഹത്തിന്റെ കരിയറിലെ, സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തു. 42 പന്തിലെ 89 റൺസ്. പിന്നെ ഇന്നലെ നടന്ന ഫൈനൽസ്. ആ കളി നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്. അദ്ദേഹം എങ്ങനെയാണ്, സഞ്ജു എന്ന് പറയുന്ന 31കാരൻ ഏത് തരത്തിലാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഈ ലോക വിജയത്തിലേക്ക് നയിച്ചത് എന്നുള്ളത്. അവിടെ അദ്ദേഹം 46 പന്തിൽ നിന്ന് 89 റൺസ് എടുക്കുന്നു. നമ്മൾ സഞ്ജു സാംസന്റെ ക്രിക്കറ്റ് ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ അത് പലപ്പോഴും ഉയർച്ച താഴ്ചകളുടേതായിരുന്നു. പലപ്പോഴും അദ്ദേഹം അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. മികച്ച പ്രകടനങ്ങൾക്ക് ശേഷവും അദ്ദേഹം ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടാതെ നിരാശനായി ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും ഉറപ്പിച്ച ആ ഒരു ബർത്താണ്, ടീമിലൊരു സ്ഥാനം, അതുപോലും ലഭിക്കാതെ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ഗോഡ് ഫാദർ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടായിരുന്നില്ല എന്ന് വേണം വിശ്വസിക്കുന്നതിന്. സ്വപ്രയത്നം കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട്, ഒട്ടും നിരാശാബോധം ഉണ്ടാവാതെ, ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനം കൊണ്ട്, പ്രയത്നം കൊണ്ട് അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിൽ പിടിച്ചു നിന്നു. പറഞ്ഞല്ലോ, പലപ്പോഴും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും അദ്ദേഹം തളർന്നില്ല എന്നുള്ളതാണ് വസ്തുത. രാഹുൽ ദ്രാവിഡ് അദ്ദേഹത്തെ സഹായിച്ച, സഞ്ജുവിനെ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ രാജസ്ഥാൻ റോയൽ കാലം നല്ലൊരു ഇന്നിംഗ്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ. ക്യാപ്റ്റനായും കളിക്കാരനായും അദ്ദേഹം അവിടെ തിളങ്ങി. രാഹുൽ ദ്രാവിഡിന്റെ നിരന്തരമായ പ്രോത്സാഹനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2024 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ അദ്ദേഹം അംഗമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. പലപ്പോഴും ബോധപൂർവം സഞ്ജു സാംസനെ ഒഴിവാക്കുന്നുണ്ടോ, തടയുന്നുണ്ടോ എന്ന സംശയം അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് വെറുതെ തോന്നിയതല്ല, വെറുതെ പറഞ്ഞതല്ല. ഇത്തവണ ടീമിൽ ഉണ്ടാവും, ആദ്യ 11 ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന സന്ദർഭങ്ങളിൽ
അദ്ദേഹം ഒഴിവാക്കപ്പെടുന്നു. അതിന് പ്രാദേശികമായ ചില പരിഗണനകൾ, ക്രിക്കറ്റിലെ ഉത്തരേന്ത്യൻ മേധാവിത്വം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. കാരണം എന്തായാലും അദ്ദേഹം പലപ്പോഴും തഴയപ്പെടുന്നത് നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ്. പക്ഷെ ഈ ടൂർണമെന്റിൽ എന്താണ് സംഭവിച്ചത്? തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി എന്ന ബൈബിളിലെ വാചകത്തെയാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഓർമ്മിപ്പിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയുമായുള്ള കളിക്ക് മുമ്പ് കഴിഞ്ഞ 22-ാം തീയതി നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അമ്പരപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. ഒരു പത്രലേഖൻ ചോദിക്കുകയാണ്, ദക്ഷിണാഫ്രിക്കയുമായുള്ള കളിയില് സഞ്ജു സാംസൺ ആദ്യ 11-ൽ, ആദ്യത്തെ 11 പേരില് ആദ്യം കളിക്കാനിറങ്ങുന്ന ടീമിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി, അദ്ദേഹത്തിന്റെ ശരീരഭാഷ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. അപ്പോ ഞാന് അഭിഷേക് ശർമ്മയെയും തിലക് വർമ്മയും കളിപ്പിക്കണ്ടേ എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് അഭിഷേകും തിലകും ഉണ്ടെങ്കിൽ അവർക്കപ്പുറത്ത് സഞ്ജു സാംസന് ടീമിലൊരു സ്ഥാനമില്ല. അതായിരുന്നു അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. ആ വാക്കുകളിൽ അല്പം പരിഹാസം ഉണ്ടായിരുന്നു, അല്പം സ്വല്പം അവഗണന ഉണ്ടായിരുന്നു. അത് കേട്ടവരല്ലാതെ മനസ്സിലാക്കിയതാണ്. വലിയ തോതിൽ സൂര്യകുമാർ യാദവിനെതിരായിട്ട് വിമർശനങ്ങൾ ഉണ്ടായതാണ്. ഒരു കളിക്കാരൻ കളിയിലെ മികവ് എന്ന നിലയിൽ കളിക്കളത്തിലെ പെരുമാറ്റം പോലും എപ്പോഴും ചിരിച്ചുകൊണ്ട് ഗ്രൗണ്ടിൽ നിൽക്കുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ആലിംഗനം ചെയ്യുന്ന സഞ്ജു സാംസന്റെ ഒരു പെരുമാറ്റ രീതി, അതിന് കളിയിലെ മികവും പെരുമാറ്റത്തിലെ മികവും ധാരാളം ആരാധകരെ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സൂര്യകുമാർ യാദവിന്റെ ഈ പ്രസ്താവന അവരെയൊക്കെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു. ധാരാളം പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടായി. സത്യം പറഞ്ഞാൽ നമ്മുടെ ജി സുധാകരനെ കുറിച്ച് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ ആയിപ്പോയി. ഞങ്ങൾ അദ്ദേഹത്തെ ഗൗനിക്കുന്നേയില്ല എന്ന് പറഞ്ഞ് ഗോവിന്ദൻ മാഷിന്റെ ഒരു ശരീരഭാഷ, അതാണ് ജി സുധാകരനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. പാർട്ടിയുടെ അംഗത്വം പുതുക്കാൻ പോലും തയ്യാറാവാതിരുന്നതിന് അതായിരുന്നു കാരണം. അതുപോലൊരു സംസാരമാണ് സൂര്യകുമാർ യാദവിൽ നിന്ന് സഞ്ജു സാംസനെ കുറിച്ചുണ്ടായത്. പക്ഷെ സഞ്ജു അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. പിന്നീട് സിംബാബ്വേക്കെതിരെ കളിക്കുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 റൺസിന്റെ വീരോചിതമായ ഒരു ഇന്നിങ്സ്. വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചത് സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോരാട്ട മികവ് കൊണ്ടായിരുന്നു. 97 റൺസാണ് അടിച്ചു കൂട്ടിയത്. അതിനുശേഷം അദ്ദേഹം ക്രീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സൂര്യകുമാർ യാദവ് മുന്നോട്ട് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ തൊപ്പിയൂരി തലകുനിച്ച് വണങ്ങുന്ന ഒരു രംഗം സഞ്ജു സാംസന്റെ ആരാധകര് ആവേശത്തോടും രോമാഞ്ചത്തോടും കൂടിയാണ് കണ്ടത്. ആ ക്യാപ്റ്റൻ ആ കളിക്കാരനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. നേരത്തെ പറഞ്ഞത് ശരിയായില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവണം. ആ പറഞ്ഞ രീതി ഒരു ക്യാപ്റ്റനെ ചേർന്നതായിരുന്നില്ല. പക്ഷേ വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള ഈ വീരോചിതമായ വിജയം, അത് കഴിഞ്ഞപ്പോൾ തന്റെ സഹ കളിക്കാരനെ സൂര്യകുമാർ യാദവ് സ്വീകരിച്ചത് പറഞ്ഞല്ലോ ക്യാപ്റ്റന്റെ തൊപ്പിയൂരി വണങ്ങിക്കൊണ്ടായിരുന്നു. പിന്നീട് മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ സൂര്യകുമാർ യാദവ് ചേട്ടാ 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 അതായത് സഞ്ജു സാംസന്റെ കേരളത്തിലെ ആരാധകർ സ്നേഹപൂർവ്വം വിളിക്കുന്ന പേരാ. ആ പേര് ആവർത്തിച്ചുകൊണ്ടാണ്, 5 തവണ ആവർത്തിച്ചുകൊണ്ടാണ് സൂര്യകുമാർ യാദവ് സഞ്ജു സാംസനെ എതിരേറ്റത്. സഞ്ജു സാംസനെ പ്രശംസ കൊണ്ട് മൂടി സൂര്യകുമാർ യാദവ്. ഫൈനൽ മത്സരങ്ങൾക്ക് ശേഷം സൂര്യകുമാർ യാദവ് പറഞ്ഞത്, സഞ്ജു സാംസനെ ആദ്യ 11-ൽ പെടുത്താനുള്ള തീരുമാനം വളരെ നിർണായകമായിരുന്നു എന്നാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തി, അതോടെ ടീമിന്റെ മൊമെന്റം പൂർണ്ണമായിട്ട് മാറി എന്നും ക്യാപ്റ്റൻ പറഞ്ഞു. സഞ്ജുവിന്റെ ആത്മാർപ്പണവും അതുപോലെ ജോലിയോടുള്ള ആത്മാർത്ഥതയും വളരെ നിർണായകമാണ്. ആദ്യ 11-ൽ ഉണ്ടാവാത്ത സന്ദർഭങ്ങളിൽ പോലും ടീമിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തുലമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവസാനം സഞ്ജു സാംസന് പറയേണ്ടി വന്നു, ദയവായി നിർത്തണം, അല്ലെങ്കിൽ ഞാൻ കരഞ്ഞു പോകും, എന്നെ കരയിക്കരുത് എന്ന് പറഞ്ഞുപോയി. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സഞ്ജു സാംസനെ, അദ്ദേഹത്തിന്റെ കളിയെ വിവരിച്ചത്. സഞ്ജു സാംസനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് ജീവിതത്തിലെ താഴ്ചകളെ കുറിച്ചൊന്നും സൂര്യകുമാർ യാദവ് അക്ഷരം പോലും മിണ്ടിയില്ല. നല്ല വ്യക്തികൾക്ക് തക്ക സമയത്ത് നന്മകൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇന്നലെ നടന്ന കലാശപ്പോരില് സ്വന്തം മികവ് കൊണ്ട് 89 റൺസിന്റെ ഒന്നാം തരം മികവ് കൊണ്ട്, ഒന്നാം തരം ബാറ്റിംഗ് പ്രകടനം കൊണ്ട് സഞ്ജു സാംസണാണ് ഇന്ത്യ മഹാരാജ്യത്തെ 2020 ലോകകപ്പ് കിരീടത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തെ കുറിച്ച് ഏറെ പറയേണ്ട കാര്യങ്ങളില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ജു സാംസന്റെ കളി എന്താണ്, സഞ്ജു സാംസൺ എത്രത്തോളം മികച്ച കളിക്കാരനാണ് എന്ന് വീണ്ടും വീണ്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ 2 വർഷം നിരാശയുടേതായിരുന്നു, ഒരു തകർച്ചയുടെ അനുഭവമായിരുന്നു. അതിനു മുമ്പിൽ അദ്ദേഹം പകച്ചു നിന്നുവെന്ന് ഇന്നലെ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരം വാങ്ങിയതിനു ശേഷം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇന്നലെ നേടിയത് ഒരു ലോകകപ്പ് വിജയം മാത്രമല്ല, ധാരാളം റെക്കോർഡുകൾ ഇന്നലത്തെ കളിമികവിനൊപ്പം അദ്ദേഹം സ്വന്തമാക്കി. ഒരു 2020 ലോകകപ്പ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറാണ് ഇന്നലെ സഞ്ജു സാംസൺ സ്വന്തമാക്കിയത്, 89 റൺസ്. അതുപോലെ ഒരു ടൂർണമെന്റ് സീസണില് ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യക്കാരൻ എന്ന ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചു, 321 റൺസ്. നേരത്തെ ആ റെക്കോർഡ് വിരാട് കോഹ്ലിക്കായിരുന്നു, 319 റൺസ്.
ഇപ്പോൾ 321 റൺസുമായിട്ട് കോഹ്ലിയുടെ റെക്കോർഡ് സഞ്ജു സാംസൺ ഭേദിക്കുകയും ഈ കളിമികവില് ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരമായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതുപോലെ ഒരു 2020 ലോക കപ്പില് അവസാനത്തെ 3 മത്സരങ്ങളിൽ തുടർച്ചയായി അർദ്ധ സെഞ്ചുറി നേടുന്ന ഒരു കളിക്കാരനായിട്ട് സഞ്ജു സാംസൺ മാറി. അങ്ങനെ നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ, കേരളത്തിന്റെ സഞ്ജു സാംസൺ ഇന്ന് സൂപ്പർ ഹീറോ ആയിട്ട്, ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഒരു സ്വപ്നമാണ് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കുറിച്ചുള്ളത്. നമ്മുടെ ടീമിനെ നയിക്കുന്നത് കാണണം. ക്യാപ്റ്റന്റെ ക്യാപ്പ് അണിഞ്ഞ സഞ്ജു സാംസൺ, യാതൊരു സംശയവുമില്ല നാളെ നമ്മളെല്ലാവരും അത് കാണുക തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസം രവി ശാസ്ത്രി പറഞ്ഞ ഒരു കാര്യം സഞ്ജു സാംസണെ കുറിച്ച്, അത് ഇന്ത്യൻ ക്രിക്കറ്റ് കൃത്യമായിട്ട് അനുസരിക്കേണ്ട ഒരു കാര്യമാണ്. ക്രിക്കറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, രവി ശാസ്ത്രി ഇങ്ങനെയാണ് പറഞ്ഞത്, സഞ്ജു സാംസണ് 31 വയസ്സേ ആയിട്ടുള്ളൂ. ഇനി നിരവധി മാച്ചുകളിൽ ഇന്ത്യയെ വിജയിപ്പിക്കാനുള്ള കഴിവ്, ഇന്ത്യയുടെ മാച്ച് വിന്നറാകാനുള്ള കഴിവ് അവനുണ്ട്. അവനെ ഇനി മാറ്റി നിർത്തരുത്.